ഹലോ എവ്രി വൺ. ഇന്നത്തെ ഞങ്ങളുടെ പേർഷ്യൻ മലയാളിയുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പം ഞങ്ങളുടെ ഒരു ഈവനിങ് ടൈമിൽ ഒരു പ്രെയർ ടൈം, ഞങ്ങൾ വിളക്ക് കൊളുത്തുന്ന സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്ന ഒരു വ്ളോഗാണിത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുവാണ്. ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വിളക്ക് കൊളുത്താറുണ്ട്. അപ്പോൾ അതാണിന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ വിളക്കെല്ലാം എല്ലാ ആഴ്ച ഒരു തവണ കഴുകുമേ. എവറി ഡേ കഴുകാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ നാട്ടിലല്ലല്ലോ. നാട്ടിലാണ് നമുക്ക് വെളിയിൽ കൊണ്ടുവച്ച് കഴുകാം നല്ല നീറ്റായിട്ട് ശുദ്ധമായിട്ട്. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അടുക്കളയുടെ സിങ്കിലൊക്കെയാണ് കഴുകുന്നത്. ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അടുക്കളയുടെ സിങ്കൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടാണ് പിന്നാണ് കൊണ്ട് വിളക്ക് അവിടെ വെച്ച് കഴുകുന്നത്. അപ്പം ആഴ്ചയിൽ ഒരിക്കലേ കഴുകത്തുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ എണ്ണയൊക്കെ ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് റിലീജിയസ് ആണ്. എനിക്ക് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട്. പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ വീട്ടിലുള്ളപ്പോഴൊക്കെ ഞങ്ങൾ വിളക്ക് കൊളുത്താറുമുണ്ട്, പ്രാർത്ഥിക്കാറുമുണ്ട്. ഇന്നപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങൾ വീട്ടിലുണ്ട്. ആൻഡ് ഞങ്ങൾ ശരി പ്രാർത്ഥിക്കാം, വിളക്ക് കൊളുത്താം, നിങ്ങളെ കാണിക്കാം ഞങ്ങളുടെ ഒരു ഈവനിങ്, ഒരു സന്ധ്യാസമയത്ത് ഒരു റൂട്ടീന്. ഞാനിപ്പോൾ നമ്മുടെ ഇവിടൊക്കെയാണ് നമ്മൾ വളരെ ചെറിയൊരു കുഞ്ഞ് വിളക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒരു തിരിയുടെ ആവശ്യമേ ഉള്ളൂ. ഒരു തിരിയെ തന്നെ ഞാൻ രണ്ടാക്കി അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ മുറിച്ചെടുത്ത് ചെറുതാക്കും. ബിക്കോസ് വിളക്ക് വളരെ കുഞ്ഞൊരു വിളക്കാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വിളക്ക് കൊളുത്തുമ്പം എനിക്ക് സാമ്പ്രാണി കൊളുത്തണം, അത് മസ്റ്റാണ് എനിക്ക്. പിന്നെ കർപ്പൂരം കൊളുത്തണം, അതെനിക്കൊരു മസ്റ്റാണ്. ബിക്കോസ് ആ കർപ്പൂരത്തിൻ്റെ ഒരു വാസനയും സാമ്പ്രാണിയുടെ ഒരു വാസനയും ഒക്കെ വരുമ്പോൾ നമുക്ക് തോന്നും ദൈവം വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. നമ്മൾ വിളക്ക് കൊളുത്തുമ്പം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് മനസ്സിൽ വരും. വിളക്ക് കൊളുത്തുന്ന കാര്യം പറയുമ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏത് റിലീജിയനിലുള്ള ആളായാലും നമ്മളുടെ സ്വന്തം റിലീജിയൻ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഒരു 5 minutes എങ്കിലും നമുക്ക് ആ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഒക്കെ കഴിയുവാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാകത്തില്ല, നമുക്ക് നല്ലത് മാത്രമേ അതുകൊണ്ട് ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും കാണും. അതുകൊണ്ട് നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളിലും കാര്യങ്ങളിൽ നിന്നും നമ്മളെ ദൈവം എന്തായാലും, നമ്മൾ എന്നും ഒരു 1-2 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവം എന്തായാലും, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഡെഫിനറ്റ്ലി നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു ശക്തി, ഒരു ധൈര്യം ദൈവം നമുക്ക് എന്തായാലും തരും. നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒത്തിരി ഇല്ലെങ്കിലും നമുക്ക് സമയം കിട്ടുന്ന പോലെങ്കിലും നമ്മൾ വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കുകയും ഒന്ന് കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കല്ല ഒരിക്കലും. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും, ബട്ട് ഞാൻ ഡെഫിനറ്റ്ലി മറ്റുള്ളവർക്ക് വേണ്ടിയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഞാൻ മറക്കാറില്ല. അത് ഞാൻ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യാറുണ്ട്. നമുക്ക് വിളക്ക് കൊളുത്താം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ വിളക്ക് കൊളുത്തുന്നതുകൊണ്ടോ, ഇതിപ്പോൾ ഏത് റിലീജിയൻ ആയാലും ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ റിലീജിയൻസ്, നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ റിലീജിയനിൽ നമ്മളതിൽ കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഉള്ളിൽ നിന്ന് എന്തോ ഒരു മോട്ടിവേഷൻ കിട്ടും. നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും നീക്കി നമുക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു ഊർജം, ഒരു എനർജി നമുക്ക് കിട്ടും. ഡെഫിനറ്റ്ലി ഇപ്പോൾ പല മനുഷ്യരും പല രീതിയാണ്. ചിലർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ചിലർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ വിളക്ക് കൊളുത്തുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വാസം മാത്രം കൊണ്ടല്ല. നമ്മൾ പറയത്തില്ലേ, വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പം വീട്ടിലെ ഇരുട്ട് നീങ്ങും. സന്ധ്യാസമയത്ത് നമുക്കൊരു വീട്ടിലൊരു വെളിച്ചത്തിന് വേണ്ടിയും കൂടാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ അവരവർ റിലീജിയനെ അവരവരെന്താ ചെയ്യുന്നത് ചെയ്താൽ നമുക്കതൊരു പോസിറ്റിവിറ്റി കിട്ടും, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള. നമുക്ക് ആ ഒരു 2-3
മിനിറ്റ്സ് അല്ല ഒരു 5 മിനിറ്റ്സ് നമ്മൾ വിളക്കും കൊളുത്തി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും മറക്കാനുള്ളൊരു സന്ദർഭമാണ് ആ ഒരു 5 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ എന്തായാലും അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട, ബട്ട് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ദിവസം. ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ തോന്നുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് തോന്നാറുണ്ട് ആ ചേഞ്ച്, അതുകൊണ്ടാണ് ഞാനത് ഫോളോ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നിയ ചേഞ്ച് നിങ്ങൾക്ക് കൂടെ പകർന്നു തരുവാണ്. അപ്പം നിങ്ങളും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു 5 മിനിറ്റ്സ് ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഡെഫിനറ്റ്ലി ഉണ്ടാകും. എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ കാണും. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു പറയുന്നതിൻ്റെ ഒപ്പം പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സിന് വേണ്ടി അവരെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പം ഞാൻ വിളക്ക് കൊളുത്തട്ടെ. ഞാനൊരു ചെറിയൊരു കിണ്ടി, നമ്മളൊരു കുഞ്ഞ് കിണ്ടി, കുഞ്ഞ് വിളക്കിന് കുഞ്ഞ് കിണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം നിറയ്ക്കാം. ഞങ്ങളപ്പോൾ ഇവിടെ വിളക്ക് കൊളുത്തുമ്പോൾ ഞങ്ങളെപ്പോഴും കടയിൽ നിന്ന് പൂ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വീക്ക് ആക്ച്വലി നമുക്ക് പോകാൻ പറ്റിയില്ല പൂ വാങ്ങാനായിട്ട്. അതുകൊണ്ട് ഇവിടെ പൂ ഇപ്പോൾ ഇല്ല. പൂ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ബാൽക്കണിയിൽ 1-2 തുളസി ചെടിയുണ്ട്. അപ്പോൾ അത് ഞാൻ ചെറിയൊരു തുളസിയുടെ ഒരു ഇല പറിച്ച് എൻ്റെ വെള്ളം വെച്ച് കിണ്ടിയിലോട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പറിക്കാൻ പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ തുളസി ചെടി. ഇതും എൻ്റെ തുളസി ചെടിയാണ്. വേറെ ഒരെണ്ണമുണ്ട്, അത് ഞാൻ അരിയൊക്കെ ഇട്ടിങ്ങനെ കിളിപ്പിച്ചതാണ്. അപ്പോൾ ഞാനൊരു തുളസി കതിർ ഒടിച്ച് അകത്തുകൊണ്ട് വെക്കാൻ പോകും. അപ്പം ഞാനെല്ലാം വിളക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ തുളസിയില ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കിണ്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് തുളസിയില. വിളക്കിൽ എണ്ണയെല്ലാം ഒഴിച്ച് തിരിയെല്ലാം ഇട്ടിട്ടുണ്ട്. വിളക്ക് കൊളുത്താൻ പോവാം. സർവമംഗലമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം മംഗളം ഭഗവാൻ വിഷ്ണു. ഓം മംഗളം ഗരുഡധ്വജ. ഓം മംഗളം കുണ്ഡലീകാക്ഷായ മംഗളായ തനൂഹരി. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്.
അപ്പം ഇതാണ് ഞങ്ങളുടെ ഈവനിങ് പ്രെയർ റുട്ടീന്. ഞാൻ വിളക്ക് കൊളുത്തി, കർപ്പൂരം കത്തിച്ചു, സാമ്പ്രാണി കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇനി കുറച്ച് നേരം അവിടെ സോഫയിൽ പോയി സമാധാനമായിട്ടൊരു 5-10 മിനിറ്റ്സ് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ ഒരു സന്ധ്യാസമയം ഇങ്ങനെ പോവും. അപ്പോൾ ഇതെല്ലാവർക്കും ഞങ്ങളുടെ ഈ ഈവനിങ് വ്ളോഗ് ഈ ഒരു പ്രെയർ ടൈം വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലും സുഖവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ തീർന്നില്ലെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളെ ചെറുതാക്കാനുള്ളൊരു വഴിയാണിത്. എന്തായാലും പ്രശ്നങ്ങൾ കാണും നമ്മൾ മനുഷ്യരെ ജനിച്ചോണ്ട്, പക്ഷെ വലിയ വലിയ പ്രശ്നങ്ങളെ ചെറുതാക്കാനുള്ളൊരു പോസിബിൾ വേ ആണ് ഞാനീ പറഞ്ഞിരുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് മനസ്സൊരുക്കി നന്നായി പ്രാർത്ഥിക്കണം. ഏത് റിലീജിയനിലുള്ള ആൾക്കാരാണെങ്കിലും അവരവരുടെ ദൈവങ്ങളെ മനസ്സൊരുക്കി നന്നായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സുഖവും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ജീവിതവും ഒരു സമാധാനമുള്ളൊരു ജീവിതവും നേർന്നുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇന്നത്തെ എൻ്റെ ആണ്. ഞങ്ങളുടെ പേർഷ്യൻ മലയാളി യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.